ഒരു റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 എടുത്ത് വൈബ്രേഷനിൽ ഫാറ്റ് ലോസും ഇടയ്ക്കിടെ അടിച്ചു പോകുന്ന പൈലറ്റ് ലൈറ്റും വലിഞ്ഞു കയറി വരുന്ന തുരുമ്പും കാരണം അതും വിറ്റ് ഇനി റോയൽ എൻഫീൽഡിന്റെ ബൈക്ക് എടുക്കത്തേയില്ലെന്ന് പറഞ്ഞവനെ കൊണ്ട് അത് തിരുത്തി പറയിപ്പിച്ച ഐറ്റം ദ ഇന്റർസെപ്റ്റർ 650. ഇറങ്ങിയിട്ട് കുറച്ച് വർഷമായെങ്കിലും ഇപ്പോഴും പ്രൗഢി നഷ്ടപ്പെടാതെ ഓരോ തവണ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കുറേ ദൂരം പോകണം എന്ന് മനസ്സിൽ തോന്നൽ നൽകുന്ന ഒരു മോട്ടോർ സൈക്കിളാണിത്. ഇറ്റ്സ് നോട്ട് ദ പ്ലേസ് ഓർ ദ പീപ്പിൾ, ഇറ്റ്സ് വാട്ട് വി ഫീൽ ദാറ്റ് മാറ്റേഴ്സ്. ഈ 2 വർഷത്തിനിടയ്ക്ക് സർവീസ് സെന്ററിൽ നിന്നുണ്ടായ അലംഭാവം കുറച്ച് വലച്ചു എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ഫുള്ളി സാറ്റിസ്ഫാക്ടറി ആണ്. ഇത്ര നാളത്തെ ഇന്റർസെപ്റ്റർ 650 ഓടിച്ചുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ കുറച്ച് പോയിന്റ്സ് ഇവിടെ ഷെയർ ചെയ്യുന്നതാണ്. ഇത് ടോട്ടലി എൻ്റെ അഭിപ്രായം മാത്രമാണ്. സോ ഇഫ് യു വാണ്ട് ടു ഡിസഗ്രീ യു ആർ വെൽക്കം. ആദ്യമായി റൈഡിംഗ് എക്സ്പീരിയൻസ്. ലോങ് ഡിസ്റ്റൻസ് ട്രാവലിങ്ങിൽ ഒറ്റയ്ക്കാണെങ്കിൽ നല്ല സുഖമാണ്. ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഹീറ്റിങ്ങോ വൈബ്രേഷനോ അകാരണമായ ശബ്ദങ്ങളോ ഒന്നുമില്ല. റൈഡിംഗ് പൊസിഷൻ നല്ലതാണ്. സീറ്റ് അത്ര കംഫർട്ടബിൾ അല്ല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടെ ബ്രേക്ക് ടൈം കൂട്ടാം, അല്ലെങ്കിൽ സീറ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ട്. രാത്രി യാത്രകളിൽ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചവും റോഡ് വിസിബിലിറ്റിയും വളരെ മികച്ചതാണ്. ബ്രേക്കിംഗ് സുരക്ഷിതമാണ്, ആക്യുറേറ്റ് ആണ്. ഇതുവരെയും ബ്രേക്കിംഗ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് നാളിതുവരെയും പ്രശ്നമായി തോന്നിയിട്ടില്ല. ഹൈവേ ക്രൂസിംഗ്, ഫോറസ്റ്റ് ഏരിയാസിലൂടെയും ഹിൽ ഏരിയാസിലൂടെയും ഒക്കെയുള്ള വളഞ്ഞു പുളഞ്ഞ റോഡുകൾ എല്ലാം വളരെ കംഫർട്ടബിൾ ആണ്. പീസ്ഫുൾ റൈഡിംഗ് എക്സ്പീരിയൻസ് ആണ് ബൈക്ക് സമ്മാനിക്കുന്നത്. സിറ്റി റൈഡിംഗ് അത്ര സുഖകരമാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം അത് കുറച്ചും കൂടെ ആ വെയിറ്റും വണ്ടിക്ക് വരുന്ന ഹീറ്റും എല്ലാം തന്നെ നെക്ക് ആൻഡ് നെക്ക് ട്രാഫിക് ബ്ലോക്കിൽ കൃത്യമായിട്ട് നമ്മൾ അറിയും. സസ്പെൻഷൻ റൈഡറിന് വളരെ നല്ലതാണ്. പില്ലിയൻ കംഫർട്ടിന് ആവറേജ് ആണ്. പിന്നെ ഭൂരിഭാഗം ആളുകളും ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെ, രണ്ടാമത്തെ മൈലേജ്. ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം നമ്മൾ ബൈക്കിനെ എങ്ങനെ കെയർ ചെയ്യുന്നു, എങ്ങനെ ഓടിക്കുന്നു, സർവീസ് സെൻറ്റർ എങ്ങനെയുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റോഡിൻ്റെ കണ്ടീഷൻ എന്തായാലും മാറാൻ പോണില്ലല്ലോ. എന്നാലും ബില്ല് കണ്ട് കണ്ണ് തള്ളേണ്ട ഒരു സിറ്റുവേഷൻ ഇതുവരെയും വണ്ടി ഉണ്ടാക്കിയിട്ടില്ല. രണ്ടാമത്തെ കാര്യമാണ് മൈലേജ്. ഞാൻ കോൺസ്റ്റൻ്റ് ആയി ചെക്ക് ചെയ്തപ്പോൾ ലോങ് ടൂറിങ്ങിൽ 22-26 റേഞ്ചിലാണ് മാക്സിമം കിട്ടിയിട്ടുള്ളത്. സിറ്റി ആൻഡ് മിക്സ്ഡ് റൈഡിങ് കണ്ടീഷൻ ആണെങ്കിൽ ഒരു 17-22 അതൊക്കെ കിട്ടിയാൽ കിട്ടി. 17 എന്തായാലും കിട്ടും, അതിനെപ്പറ്റി വറി ചെയ്യണ്ട. 22 ഒക്കെ നമുക്കൊരു ഏവറേജ് ആയിട്ട് വണ്ടി തരുന്നതാണ്. 2024 ഇന്റർസെപ്റ്റർ 650 വാങ്ങണോ? വെൽ, അത് ടോട്ടലി നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ ആവശ്യം, ആഗ്രഹം, ഇത് മൂന്നിനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. 4 ലക്ഷം രൂപ റേഞ്ചിൽ വരുന്ന ബൈക്കുകളിൽ ഇന്റർസെപ്റ്ററിന് കോമ്പറ്റീഷൻ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. അതിൻ്റെ മെയിൻ കാരണം എൻജിൻ സിസിയോ പ്രൈസോ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ബൈക്ക് ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. ബ്രാൻഡ് വാല്യൂ, റിലയബിലിറ്റി, സർവീസ് സെൻ്ററുകളുടെ എണ്ണം, മെയിൻ്റനൻസ് കോസ്റ്റ്, റോഡ് പ്രസൻസ്, റീസെയിൽ വാല്യൂ, കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ മോട്ടോർ സൈക്കിൾ തരുന്നൊരു ഫീല്. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ, അറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഡയറക്റ്റ് കോമ്പറ്റീഷൻ സ്പെക്സിലും പ്രൈസിലും മാത്രമാണ്. ഇനി ആർക്കൊക്കെയാണ് ഇന്റർസെപ്റ്റർ 650 മോസ്റ്റ് സ്യൂട്ടബിൾ ആവുക എന്നുള്ളത് നോക്കാം. ബൈക്കിൻ്റെ ഭാരം, വില രണ്ടും താങ്ങാൻ സാധിക്കുന്ന, റൈഡിങ്ങിനോട് താല്പര്യമുള്ള ആർക്കും ഞാൻ ഈ ബൈക്ക് റെക്കമെൻഡ് ചെയ്യും. കൂടുതലും സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്കും ടൂറിങ്ങിനോട് താല്പര്യമുള്ളവർക്കും ഈ ബൈക്ക് നല്ലൊരു ചോയ്സാണ്. ഒരു ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയൊരു ബൈക്കാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, ആ സീറ്റ് കംപ്ലീറ്റ്ലി ഒന്ന് മോഡിഫൈ ചെയ്ത് ആ ഗ്രാബ് റെയിലൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഹസ്ബൻഡും വൈഫും ഒരു കുഞ്ഞു കുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബത്തിന് ടൂറിങ് ചെയ്യാനായിട്ട് പറ്റിയൊരു വണ്ടിയാണ്. എന്നേക്കാൾ മുതിർന്നവരോട് എനിക്ക് പറയാനുള്ളത്, പ്രായം ഒരു പ്രശ്നമല്ല. മാനസികവും ശാരീരികവുമായ ആരോഗ്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, ശ്രദ്ധിച്ചും അതോടൊപ്പം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെയും ഓടിച്ചാൽ കൂടുതൽ ദൂരം നമുക്ക് പോകാം. കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്.
ഇനി എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സജഷൻസോ അല്ലാന്നുണ്ടെങ്കിൽ ചോദ്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. ഞാൻ ഉറപ്പായും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. റൈഡ് സേഫ്, ട്രാവൽ വെൽ, ഹാവ് ഫൺ, ബൈ.